നമ്മുടെ അടുത്ത ടോപ്പിക്ക് ഡിഫോർമേഷൻ ഇൻ ആക്സിയലി ലോഡഡ് മെമ്പേഴ്സ് ആണ്. അപ്പോൾ എന്താണ് ആക്സിയലി ലോഡഡ് മെമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ? അപ്പോൾ ആക്സിയൽ ലോഡിംഗ് എന്ന് വെച്ചാൽ അറിയാം, നിങ്ങൾക്ക് ഒരു ബാർ എടുക്കാം. ബാർ സർക്കുലർ ബാർ അല്ലെങ്കിൽ റെക്റ്റാങ്കുലർ ബാർ എടുത്തു കഴിഞ്ഞാൽ അതിൻ്റെ ആക്സിസ് നിങ്ങൾക്ക് അറിയാം. അത് വെർട്ടിക്കലായിട്ട് വെച്ച് കഴിഞ്ഞാൽ ആ വെർട്ടിക്കലിലെ സെൻറ്ററിൽ കൂടെ പാസ് ചെയ്യുന്ന ലൈൻ, ഇമാജിനറി ലൈൻ, അതായിരിക്കും അതിൻ്റെ ആക്സിസ്. അപ്പോൾ ആക്സിയൽ ലോഡ് എന്ന് പറഞ്ഞാൽ എലോങ് ആക്സിസ് ആക്ട് ചെയ്യുന്ന ലോഡിനെയാണ് നമ്മൾ ആക്സിയൽ ലോഡിംഗ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇവിടെ ഒരു ഫിഗർ കാണിച്ചിരിക്കുന്നുണ്ടോ? ഇതിപ്പോൾ ഒരു ബാറാണ്, റെക്റ്റാങ്കുലർ ബാറോ അല്ലെങ്കിൽ സർക്കുലർ ബാറോ എന്തെങ്കിലും ആയിക്കോട്ടെ. അതിനകത്ത് ഇപ്പോൾ അതിൻ്റെ ആക്സിസ് എന്ന് പറഞ്ഞാൽ സെൻറ്ററിൽ വരുമല്ലോ, ആക്സിയൽ ഹൊറിസോണ്ടൽ ഡയറക്ഷനിൽ വരും. അപ്പോൾ എലോങ് ആക്സിസ് ആക്ട് ചെയ്യുന്ന ലോഡ്, ഇവിടെ ലോഡ് പി ആണ് കാണിച്ചിരിക്കുന്നത്. ആ പി ആക്ട് ചെയ്യുന്നത് എലോങ് ദ ആക്സിസ് ആണ്. അതുകൊണ്ട് അതാണ് ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത്. ഈ ആക്സിയൽ ലോഡ് എന്ന് പറയുന്നത് ടെൻസൈൽ ലോഡ് ആവാം അല്ലെങ്കിൽ കംപ്രസീവ് ലോഡ് ആവാം. ഇപ്പോൾ ഇവിടെ കാണിച്ചിരിക്കുന്നത്, ഫിഗറിൽ കാണിച്ചിരിക്കുന്നത് ടെൻസൈൽ ലോഡാണ്. അതായത് രണ്ട് എൻഡിൽ നിന്നും വലിക്കുകയാണ്, അപ്പോൾ ടെൻഷനാണ് കൊടുക്കുന്നത്. അപ്പോൾ ടെൻസൈൽ ലോഡാണ്. ഈ രണ്ട് എൻഡിലും ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണെങ്കിൽ എന്നാണ് അത് കംപ്രസീവ് ആയിരിക്കും. അപ്പോൾ രണ്ട് എൻഡിൽ നിന്നും പുള്ളിയാണെങ്കിൽ അത് പുള്ളല്ല, പുഷ് ചെയ്യുകയാണെങ്കിൽ അത് ടെൻസൈൽ ലോഡ്, പുഷ് ചെയ്യുകയാണെങ്കിൽ അത് കംപ്രസീവ് ലോഡ് ആയിരിക്കും. അപ്പോൾ നമ്മളിനി അടുത്ത് ചെയ്യാൻ പോകുന്നത് വെച്ചാൽ ഡിഫോർമേഷൻ ഇൻ ആക്സിയലി ലോഡഡ് മെമ്പേഴ്സ്. ഇതുപോലെ ആക്സിയൽ ലോഡ് ആക്ട് ചെയ്യുന്ന മെമ്പേഴ്സിൻ്റെ ഡിഫോർമേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ എത്ര ഡിഫോർമേഷൻ, അപ്പോൾ സ്ട്രെസ് ഇതുപോലെ അതിന് ലോഡ് കൊടുത്തു കഴിഞ്ഞാൽ എത്ര ഡിഫോർമേഷൻ ഉണ്ടാവും. അപ്പോൾ ടെൻസൈൽ ലോഡ് ആണെങ്കിൽ ഇലോങ്ങേഷൻ ഉണ്ടാവും, കംപ്രസീവ് ലോഡ് ആണെങ്കിൽ ഡിക്രീസ് ഇൻ ലെങ്ത് ഉണ്ടാവും. അപ്പോൾ എത്ര ഇലോങ്ങേഷൻ അല്ലെങ്കിൽ എത്ര ഡിക്രീസ് ഇൻ ലെങ്ത്, അതാണ് ഡിഫോർമേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ആ ഡിഫോർമേഷൻ കണ്ടുപിടിക്കാനായിട്ടുള്ള ഒരു ഇക്വേഷൻ നമുക്ക് ഡിറൈവ് ചെയ്യണം. അല്ലെ, ഫസ്റ്റ് കേസ് ബാർസ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ. ബാർസ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് വെച്ചാൽ ക്രോസ് സെക്ഷണൽ ഏരിയ ത്രൂ ഔട്ട് എൻറ്റയർ ലെങ്ത് സെയിം ആയിരിക്കും. അതാണ് ബാർസ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ. അതായത് ഇപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്ന ബാർ കണ്ടില്ലേ, അപ്പോൾ കൺസിഡർ എ ബാർ എ ബി. അപ്പോൾ എ ബി എന്ന് പറഞ്ഞൊരു ബാർ, എ ബി എന്നുള്ള പേരോട് മാർക്ക് ചെയ്തിട്ടില്ല. എ ബി ഒരു എൻഡ് എയും മറ്റേ എൻഡ് ബി ആണ്. അപ്പോൾ ഈ ഒരു ബാറിൻ്റെ ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് ലെഫ്റ്റ് എൻഡ് തൊട്ട് റൈറ്റ് എൻഡ് വരെ ക്രോസ് സെക്ഷൻ ഏരിയ സെയിം ആയിരിക്കും. അതുകൊണ്ടാണ് അതിന് യൂണിഫോം ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അത് ഫസ്റ്റ് കേസ് യൂണിഫോം ക്രോസ് സെക്ഷൻ ആണ്. അപ്പോൾ സെക്കൻഡ് കേസ് വരുന്നുണ്ട്, അതായത് വേരിയിങ് ക്രോസ് സെക്ഷൻ ആണ്, ഡിഫറൻറ്റ് സ്റ്റെപ്പൊക്കെ വരും, അതാണ് വേരിയിങ് ക്രോസ് സെക്ഷൻ. അപ്പോൾ നമ്മൾ ആദ്യം കൺസിഡർ ചെയ്യുന്നത് ബാർസ് ഓഫ് യൂണിഫോം ക്രോസ് സെക്ഷൻ. ഇതിനകത്ത് ഒരു ടെൻസൈൽ ലോഡ് പി ആക്ട് ചെയ്യുന്നുണ്ട്. അപ്പോൾ ബാർ ഓഫ് ലെങ്ത് എൽ, അപ്പോൾ ലെങ്ത് ഓഫ് ബാർ എൽ ആണ്, ക്യാപിറ്റൽ ലെറ്റർ എൽ. സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ ഫോഴ്സ് പി, ഒരു ആക്സിയൽ ഫോഴ്സ് പി ആക്ട് ചെയ്യുന്നുണ്ട് ഇതിനകത്ത്. അപ്പോൾ രണ്ട് എൻഡിൽ നിന്നും അതിനെ വലിക്കുകയാണ് ചെയ്യുന്നത്, പുൾ ചെയ്യാണ്. ദെൻ ലെറ്റ് ഡെൽറ്റ ബി ദ ഡിഫോർമേഷൻ പ്രൊഡ്യൂസ്. അപ്പോൾ ഈ രണ്ട് എൻഡിൽ നിന്നും ഇതിനെ വലിച്ചു കഴിഞ്ഞപ്പോൾ അതിനകത്ത് ഒരു ഇലോങ്ങേഷൻ ഉണ്ടായി. അപ്പോൾ അതിൻ്റെ ലെങ്ത് ഒരു ഡെൽറ്റ എമൗണ്ട് കൂടി. അപ്പോൾ ഡിഫോർമേഷൻ, അതായത് അതിൻ്റെ ഇൻക്രീസിന് ലെങ്ത് വന്നത് ഡെൽറ്റയാണ്. അങ്ങനെയാണെങ്കിൽ നമുക്ക് ഇതിന് ഡിഫോർമേഷൻ പ്രൊഡ്യൂസ്ഡ്, അപ്പോൾ ഡിഫോർമേഷൻ്റെ ഒരു ഇക്വേഷൻ, അപ്പോൾ ഡെൽറ്റയാണ് നമ്മുടെ ഡിഫോർമേഷൻ പ്രൊഡ്യൂസ് ചെയ്തേക്കുന്നത്. ഇനി ഡെൽറ്റ കണ്ടുപിടിക്കാനായിട്ട് എത്ര ഡെൽറ്റയുടെ വാല്യൂ എത്ര വരും എന്നുള്ളത് കണ്ടുപിടിക്കാനായിട്ട് നമുക്കൊരു ഇക്വേഷൻ ഡിറൈവ് ചെയ്യണം. അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ചെയ്യേണ്ടത് ഫ്രം ഹുക്സ് ലോ, നമുക്ക് ഹുക്സ് ലോ പഠിച്ചതാണ്. ഹുക്സ് ലോ എന്ന് വെച്ചാൽ എന്താ പറയുക, സ്ട്രെസ് ഈസ് ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു സ്ട്രെയിൻ, അതായത് സിഗ്മ ഡയറക്ട്ലി പ്രൊപ്പോർഷണൽ ടു എപ്സിലോൺ, ദെൻ സിഗ്മ ബൈ എപ്സിലോൺ ഈസ് ഈക്വൽ ടു എ കോൺസ്റ്റന്റ്. ആ കോൺസ്റ്റന്റ് എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഇ. അപ്പോൾ ഇ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ എപ്സിലോൺ. ഇനി എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ. അപ്പോൾ എപ്സിലോൺ സ്ട്രെയിൻ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ. ബട്ട് സ്ട്രെയിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് എന്താണ്? അപ്പോൾ ഈ നമ്മൾ സ്ട്രെയിൻ്റെ ഈ ഒരു ഇക്വേഷൻ അവിടെ നിൽക്കട്ടെ, എപ്സിലോൺ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ. ഇനി സ്ട്രെയിനിന് നമുക്കറിയാം എന്താണ് സ്ട്രെയിൻ എന്ന് പറയുന്നത്, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത്. ഇവിടെ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ ആയിരുന്നു. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഇൻക്രീസ് ആവാം അല്ലെങ്കിൽ ഡിക്രീസ് ആവാം. അപ്പോൾ ഇവിടെ ആക്സിയൽ ടെൻസൈൽ ലോഡ് ആയതുകൊണ്ട് ലെങ്ത് കൂടി, ആ ഡെൽറ്റ എമൗണ്ട് ആണ് കൂടിയത്, അതായത് ചേഞ്ച് ഇൻ ലെങ്ത് വന്ന് ഡെൽറ്റ. Then strain is equal to change in length divided by original length, that is delta by L. അപ്പോൾ ഈ രണ്ട് സ്ട്രെയിൻ്റെ ഇക്വേഷൻ തമ്മിൽ ഇക്വേറ്റ് ചെയ്യുമ്പോൾ ഡെൽറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു സിഗ്മ ബൈ ഇ.
അപ്പോൾ ഈ ഇക്വേഷനിൽ സിഗ്മ എന്ന് പറയുന്നത് നമുക്കറിയാം എന്താണ്, സ്ട്രെസ് ആണ്. സ്ട്രെസ്സിന്റെ ഇക്വേഷൻ എന്താണ്, ഫോഴ്സ് ബൈ ഏരിയ. ബട്ട് സ്ട്രെസ് സിഗ്മ ഇസ് ഈക്വൽ ടു പി ബൈ എ. പി എന്ന് പറയുന്നത് ലോഡ് ബൈ ഏരിയ. അപ്പോൾ അത് ഈ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്ത് വരും, ഡെൽറ്റ ബൈ എൽ ഈസ് ഈക്വൽ ടു സിഗ്മ എന്നുള്ളത് പി ബൈ എ. അപ്പോൾ എന്ത് വരും, പി ബൈ എ ഇ എന്ന് പറയും. Therefore, elongation or deformation produced delta is equal to, ഇതിൽ നിന്ന് ഡെൽറ്റയുടെ ഇക്വേഷൻ ഡെൽറ്റ ഇസ് ഈക്വൽ ടു എന്നാണ്, ഈ എൽ എന്നെ റൈറ്റിലേക്ക് കൊണ്ടുപോകുക. അപ്പോൾ എന്താണ്, ഡെൽറ്റ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ. ഈ ഇക്വേഷൻ നമുക്കിനി പിന്നെയും യൂസ് ചെയ്യേണ്ടത്, നിങ്ങളുടെ ഹയർ സെമസ്റ്ററിലേക്ക് യൂസ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഡിഫോർമേഷൻ പ്രൊഡ്യൂസ്ഡ്, അപ്പോൾ ഇലോങ്ങേഷൻ ഇൻ ലെങ്ത് അല്ലെങ്കിൽ കംപ്രഷൻ ആണെങ്കിൽ ഡിക്രീസ് ഇൻ ലെങ്ത്, ഡെൽറ്റ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ. പി എന്ന് പറയുന്നത് ലോഡ്, ലെങ്ത് എൽ എന്ന് പറയുന്നത് ലെങ്ത്, ഏരിയ എന്ന് പറയുന്നത് എ എന്ന് പറയുന്നത് ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ, ഈ യങ്സ് മോഡുലസ്. അപ്പോൾ പി എൽ ബൈ എ ഇ, ഡെൽറ്റ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ ഇ. ഈ ഇക്വേഷൻ ആണ് നമുക്ക് യൂസ് ചെയ്യേണ്ടത്. അപ്പോൾ ഇനി ഇത് വെച്ചിട്ടൊരു പ്രോബ്ലം നോക്കാം. A steel bar of length 50 centimeter, B 10 centimeter, H 20 centimeter is subjected to an axial pull of 100 Newton. Find the elongation produced in the bar. Take E is equal to 2.038 into 10 raised to 9 Newton per meter square. അപ്പോൾ ഇവിടെ തന്നിരിക്കുന്നത് ഒരു സ്റ്റീൽ ബാർ ആണ് തന്നിരിക്കുന്നത്. അതിൻ്റെ ലെങ്ത് തന്നിട്ടുണ്ട്, ബ്രെഡ്ത്ത്, പിന്നെ ഹൈറ്റ്. അപ്പം ലെങ്ത്, ബ്രെഡ്ത്ത്, ഹൈറ്റ് എൽ ബി എച്ച്, ഇത് മൂന്ന് തന്നിട്ടുണ്ട്. അത് 50, 10, 20. അതിൻ്റെ ആക്സിയൽ പുൾ, അത് എന്താണ്, സബ്ജക്റ്റഡ് ടു ആൻ ആക്സിയൽ പുൾ. ആക്സിയൽ പുൾ എന്ന് പറയുമ്പോൾ എന്താണ്, ടെൻസൈൽ ലോഡാണ് ഓഫ് 100 ന്യൂട്ടൺ. പി ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. ഫൈൻഡ് ദ എലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ്. ഈ തന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ തന്നിരിക്കുന്ന ഡാറ്റ എഴുതാം. ലെങ്ത് എൽ ഇസ് ഈക്വൽ ടു 50 സെൻറ്റിമീറ്റർ, അതായത് 0.5 മീറ്റർ. ബി ബ്രെഡ്ത്ത് എന്ന് പറയുന്നത് 10 സെൻറ്റിമീറ്റർ ആണ്, അതായത് 0.1 മീറ്റർ. എച്ച് ഹൈറ്റ് ഓർ ഡെപ്ത് ഇസ് ഈക്വൽ ടു 20 സെൻറ്റിമീറ്റർ, അതായത് 0.2 മീറ്റേഴ്സ്. ലോഡ് പി ഇസ് ഈക്വൽ ടു 100 ന്യൂട്ടൺ. ദെൻ ഇ ഇസ് ഈക്വൽ ടു യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 2.038 ഇൻറ്റു 10⁻⁹ ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. അപ്പോൾ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കേണ്ടത് നമുക്ക് എന്താണ്, ഡിഫോർമേഷൻ. ഫൈൻഡ് ദ ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്ഡ്. ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് തന്നെയാണ് ഡിഫോർമേഷൻ. അപ്പോൾ നമുക്ക് ഇലോങ്ങേഷൻ ഓർ ഡിഫോർമേഷൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് ഡെൽറ്റ ഇസ് ഈക്വൽ ടു പി എൽ ബൈ എ. ഇതിനകത്ത് പി അറിയാം, ലെങ്ത് 50 ഓർ 0.5 മീറ്റർ അറിയാം. പിന്നെ ഏരിയ കണ്ടുപിടിക്കണം. ഏരിയ എങ്ങനെ, ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നതായിരിക്കും എന്താണ്, ബി എച്ച്, ബ്രെഡ്ത്ത് ഇൻറ്റു ഹൈറ്റ് അല്ലെങ്കിൽ ബ്രെഡ്ത്ത് ഇൻറ്റു ഡെപ്ത്. അപ്പോൾ എ ഇസ് ഈക്വൽ ടു ബി ഇൻറ്റു എച്ച്. അപ്പോൾ 0.1 ഇൻറ്റു 0.2 ഇറ്റ് ഈസ് ഈക്വൽ ടു 0.02 മീറ്റർ സ്ക്വയർ. അപ്പോൾ അതെല്ലാം ഇനി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുമ്പോൾ ഡെൽറ്റ ഇസ് ഈക്വൽ ടു, അപ്പോൾ ഇലോങ്ങേഷൻ എന്ന് പറയുന്നത് 1.227 ഇൻറ്റു 10⁻⁻3. അതിന് മുമ്പ് 1.227 ഇൻറ്റു 10⁻⁻6 മീറ്റർ ആണ്, മീറ്ററിൽ കിട്ടി. അപ്പോൾ നമുക്ക് ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ഡിഫോർമേഷൻ മില്ലിമീറ്ററിലാണ് എടുക്കേണ്ടത്, കാരണം ചെറിയ എമൗണ്ട് ആയിരിക്കും, വളരെ ചെറിയ എമൗണ്ട് ആയിരിക്കും. അപ്പോൾ എങ്ങനെ മീറ്ററാണ് ഇപ്പോൾ കിട്ടുന്നത് നമ്മൾ, കാരണം എന്താ, എല്ലാ ഡയമെൻഷനും നമ്മൾ മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഇ എന്ന് പറയുന്നത് ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ ആണ്. പിയും അങ്ങനെ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്, ന്യൂട്ടൺ പെർ മീറ്റർ സ്ക്വയർ. ലെങ്ത് മീറ്ററിലാണ് കൊടുത്തിരിക്കുന്നത്, ഏരിയ മീറ്റർ സ്ക്വയറിലാണ്. അപ്പോൾ കിട്ടുന്ന എലോങ്ങേഷൻ എന്ന് പറയുന്നത് മീറ്ററിലായിരിക്കും. അപ്പോൾ അതിനെ മില്ലിമീറ്ററിലേക്ക് ആക്കണം. മില്ലിമീറ്ററിലേക്ക് ആക്കാനായിട്ട് എന്ത് ചെയ്യണം, ഇൻറ്റു 1000 ചെയ്താൽ മതി. അപ്പോൾ എത്ര വരും, 1.227 ഇൻറ്റു 10⁻⁻3 മില്ലിമീറ്റർ. നമുക്ക് അടുത്ത ഒരു പ്രോബ്ലം കൂടിയുണ്ട്. എ സർക്കുലർ റോഡ് ഓഫ് ഡയാമീറ്റർ 20 mm ആൻഡ് 500 mm long is subjected to a tensile force 45 kN. The modulus of elasticity of the material may be taken as 200 kN per mm square. Find the stress, strain and elongation of the bar due to applied load. അപ്പോൾ ഇവിടെ എന്താണ്, ഒരു സർക്കുലർ റോഡാണ് തന്നിരിക്കുന്നത്. ഡയാമീറ്റർ 20 mm ആണ്,
അതിൻ്റെ ലെങ്ത്ത് 500 mm. ഇനി അതിനകത്ത് ആക്ട് ചെയ്യുന്ന ടെൻസൈൽ ലോഡാണ് 45 കിലോ ന്യൂട്ടൺ. ഇപ്പം അതിൻ്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട് 200 കിലോ ന്യൂട്ടൺ പെർ mm² ആണ്. ഇനി കണ്ടുപിടിക്കേണ്ടത് എന്താണ്? സ്ട്രെസ് കണ്ടുപിടിക്കണം, സ്ട്രെയിൻ കണ്ടുപിടിക്കണം, പിന്നെ ഇലോങ്ങേഷൻ കണ്ടുപിടിക്കണം. നമുക്ക് തന്നിരിക്കുന്ന ഡാറ്റ ആദ്യം എടുത്ത് എഴുതാം. ഡയാമീറ്റർ D = 20 mm, അതുപോലെ ലെങ്ത്ത് = 500 mm, P = 45 കിലോ ന്യൂട്ടൺ ആണ്. അതിന് നമുക്ക് ന്യൂട്ടൺ ആക്കാം. 45 × 10³ ന്യൂട്ടൺ. ഈ യങ്സ് മോഡുലസ് 200 കിലോ ന്യൂട്ടൺ പെർ mm² ആണ്. അതിനെ നമ്മൾ ന്യൂട്ടൺ പെർ mm² ആക്കുമ്പോൾ 200 × 10³ ന്യൂട്ടൺ പെർ mm². അപ്പോൾ ഇവിടെ നിങ്ങളൊരു കാര്യം ശ്രദ്ധിക്കുക എന്ന് വെച്ചാൽ ഇവിടെ സ്ട്രെസ്, ഇവിടെ ഇയുടെ വാല്യൂ, പിന്നെ എല്ലാം ഇതാണ് കിലോ ന്യൂട്ടൺ പെർ mm² ആണ്. അപ്പോൾ ലെങ്ത്തിന്റെ ടേംസ് എല്ലാം മില്ലിമീറ്ററിൽ എടുക്കണം. മുമ്പൊക്കെ കഴിഞ്ഞ പ്രോബ്ലത്തിൽ തന്നത് ന്യൂട്ടൺ പെർ m² ആയതുകൊണ്ട് നമ്മളെല്ലാം മീറ്ററിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ ഇത് മില്ലിമീറ്റർ ആണ്, കിലോ ന്യൂട്ടൺ പെർ mm². അപ്പോൾ എല്ലാം ഇത് ഡയമെൻഷനും മില്ലിമീറ്ററിൽ എടുത്തു. അല്ലെങ്കിൽ മീറ്ററിൽ ചെയ്താലും കുഴപ്പമില്ല. അപ്പം ഒരുപാട് പണി വരും. കാരണം എന്ന് വെച്ചാൽ ഇയുടെ വാല്യൂ എന്നുള്ളത് 200 കിലോ ന്യൂട്ടൺ പെർ mm² എന്നുള്ളത് അതിന് ന്യൂട്ടൺ പെർ m² ആക്കേണ്ടി വരും. അതിനനുസരിച്ച് ലെങ്ത്ത്, അതിൻ്റെ ഡയമീറ്ററും ഒക്കെ മീറ്ററിലേക്ക് ആക്കേണ്ടി വരും. അപ്പോൾ ഇവിടെ എളുപ്പം എന്ന് പറയുന്നത് മില്ലിമീറ്ററിലേക്ക്, ഓൾറെഡി ഒക്കെ മില്ലിമീറ്ററിലാണ്. അപ്പോൾ അതൊക്കെ നമുക്ക് മില്ലിമീറ്ററിൽ തന്നെ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ ഇത്രയും തന്നിട്ടുണ്ട്. ഇതിനകത്ത് ഇനി നമുക്കിനി ഏരിയ കണ്ടുപിടിക്കാം. ക്രോസ് സെക്ഷൻ ഏരിയ. സർക്കുലർ റോഡാണ്. അപ്പോൾ അതിൻ്റെ ക്രോസ് സെക്ഷൻ ഏരിയ എന്ന് പറയുന്നത് π/4d². അപ്പോൾ 314.16 mm². ഇനി സ്ട്രെസ് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ടല്ലേ. സ്ട്രെസ് എന്ന് പറയുന്നത് എന്താണ്? ലോഡ് അറിയാം, ക്രോസ് സെക്ഷൻ ഏരിയ. അപ്പോൾ ലോഡ് ബൈ ഏരിയ = സ്ട്രെസ്. അപ്പോൾ എത്രയാണ്? 143.24 ന്യൂട്ടൺ പെർ mm² സ്ട്രെസ്. യൂണിറ്റുകളൊക്കെ നോക്കണം കേട്ടോ. സ്ട്രെസ്സിൻ്റെ യൂണിറ്റ് എന്താണ്? ന്യൂട്ടൺ പെർ mm² ആണ്. ഇനി നമുക്കറിയാം ഹുക്സ് ലോ അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ σ/ε = E. അത് സ്ട്രെസ് ബൈ സ്ട്രെയിൻ = യങ്സ് മോഡുലസ്. ദെൻ സ്ട്രെയിൻ = σ/E. അപ്പോൾ സ്ട്രെയിൻ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്. σ/E. സിഗ്മ നമുക്ക് കിട്ടി 143.24. ഇയുടെ വാല്യൂ അറിയാം. അത് തന്നെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ സ്ട്രെയിൻ = 0.00076162 ആണ്. യൂണിറ്റ് ഇല്ല. കാരണം എന്താണ്? സ്ട്രെയിന് യൂണിറ്റ് ഇല്ല. അതായത് റേഷ്യോ ഓഫ് ലെങ്ത് ആണ്. മുകളിലും താഴെയും ലെങ്ത് വരുന്നതുകൊണ്ട് യൂണിറ്റ് ഇല്ല. ഇനി ഇലോങ്ങേഷൻ പ്രൊഡ്യൂസ്. ഇലോങ്ങേഷൻ കണ്ടുപിടിക്കാനായിട്ട് ഡെൽറ്റ = PL/E. പി അറിയാം 45 × 10³ ലെങ്ത് 500 mm, ഏരിയ കിട്ടി 314.16, യങ്സ് മോഡുലസ് 200 × 10³ ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിയുമ്പോൾ ഇലോങ്ങേഷൻ = 0.358 mm. അടുത്ത പ്രോബ്ലം, ഫൈൻഡ് ദ യങ്സ് മോഡുലസ് ഓഫ് എ ബ്രാസ് റോഡ് ഓഫ് ഡയാമീറ്റർ 25 mm ആൻഡ് ഓഫ് ലെങ്ത് 250 mm which is subjected to a tensile load of 50 kN when the extension of the road is 0.3 mm. ഇവിടെ പറഞ്ഞിരിക്കുന്നത് യങ്സ് മോഡുലസ് അതായത് തന്നിട്ടുണ്ട്. ഒരു ബ്രാസ് റോഡാണ്, ബ്രാസ് മെറ്റീരിയൽ കൊണ്ട് ഉണ്ടാക്കിയ ഒരു റോഡാണ്, സർക്കുലർ റോഡാണ്, ഡയമീറ്റർ തന്നിട്ടുണ്ട്. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യങ്സ് മോഡുലസ് ആണ് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഡയാമീറ്റർ 25 mm, ലെങ്ത് 250 mm ആണ്. സബ്ജക്റ്റഡ് ടു എ ടെൻസൈൽ ലോഡ് 50 kN. പിന്നെ അതിൻ്റെ എക്സ്റ്റൻഷൻ തന്നിട്ടുണ്ട് ഡെൽറ്റ, അത് 0.3 mm ആണ്. അപ്പോൾ നമ്മൾ ആദ്യം തന്നിരിക്കുന്ന ഡാറ്റ എടുത്ത് എഴുതുക. ഗിവൺ D = 25 mm, ലെങ്ത് L = 250 mm, P = 50 kN, അതായത് 50 × 10³ ന്യൂട്ടൺ, ഏരിയ = π/4d². π/4 × D എത്രയാണ്? D എന്ന് പറയുന്നത് 25², 490.87 mm². ഡെൽറ്റ തന്നിട്ടുണ്ട്. ഡിഫോർമേഷൻ അല്ലെങ്കിൽ എക്സ്റ്റൻഷൻ, അതൊക്കെ എക്സ്റ്റൻഷൻ, ഡിഫോർമേഷൻ, ചേഞ്ച് ഇൻ ലെങ്ത്, അതൊക്കെ എന്ന് പറയുന്നത് തന്നെയാണ് ഡെൽറ്റയാണ്. ഡെൽറ്റ 0.3 mm. നമുക്കറിയാം ഡെൽറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ = PL/E. ഇനി അതിൽ നിന്ന് നമുക്ക് കണ്ടുപിടിക്കേണ്ടത് യങ്സ് മോഡുലസ് ആണ്. അപ്പോൾ E = PL/A ഡെൽറ്റ.
അപ്പോൾ എല്ലാം അറിയാം. അപ്പോൾ അതൊക്കെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ലെങ്ത് 250, ഏരിയ 490.87 ഇൻറ്റു ഡെൽറ്റ 0.3. അപ്പോൾ യങ്സ് മോഡുലസ് 84,883.3 ന്യൂട്ടൺ പെർ എം എം സ്ക്വയർ ആണ് യങ്സ് മോഡുലസ് കിട്ടിയത്. അപ്പോൾ നമ്മുടെ ഫസ്റ്റ് കേസ് കഴിഞ്ഞു, അതായത് യൂണിഫോം ക്രോസ് സെക്ഷൻ. ഇനി അടുത്തത് ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ ആണ്. ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ, അതായത് ക്രോസ് സെക്ഷൻ ഡിഫറൻ്റ് ആയിരിക്കും. അപ്പോൾ നമ്മൾ ഇവിടെ ബാർസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ, അപ്പോൾ നമ്മളിവിടെ കൺസിഡർ എ ബാർ 3 സെക്ഷൻസ് ഓഫ് വേരിയിങ് ക്രോസ് സെക്ഷൻ ഏരിയാസ്. അപ്പോൾ ഇത് ഒരൊറ്റ ബാറാണ്, അതിന് 3 സെക്ഷൻ ആയിട്ടാണ് കൊടുത്തേക്കുന്നത്. സെക്ഷൻ 1, സെക്ഷൻ 2, സെക്ഷൻ 3. മൂന്നെണ്ണത്തിൻ്റെയും ക്രോസ് സെക്ഷൻ ഏരിയ ഡിഫറൻ്റ് ആണ്. ഇത് ആക്സിയൽ ലോഡ് തന്നെയാണ് ആക്ട് ചെയ്യുന്നത്, പി. അനാക്സിയൽ പുൾ അല്ലെങ്കിൽ ടെൻസൈൽ ലോഡാണ് ആക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഏരിയ മാത്രം എന്താണ്, 3 ഏരിയ ആണ് വരുന്നത് ഇതിനകത്ത്, 3 ക്രോസ് സെക്ഷൻ ഏരിയ ആണ്. അതായത് സ്റ്റെപ്പ് ആയിട്ടാണ് ഇത് ജോയിന്റ് വരുന്നത്. അതുകൊണ്ടാണ് ഇതിനെ വേരിയിങ് ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനകത്ത് നമുക്ക് നേരത്തെ ചെയ്ത പോലെ തന്നെ ഇലോങ്ങേഷൻ അല്ലെങ്കിൽ ഡെൽറ്റ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യാന്ന് വെച്ചാൽ ഇവിടെ മൂന്ന് സെക്ഷൻ ഉണ്ട്, അതായത് 3 ഡിഫറെന്റ് ഏരിയ ആണ്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് പാർട്ടിന് സെക്ഷൻ 1, സെക്കൻഡിന് സെക്ഷൻ 2, ദെൻ തേർഡ് വണ്ണിന് സെക്ഷൻ 3. ഇനി ഓരോ പോർഷന്റെ ലെങ്ത്, ഫസ്റ്റ് സെക്ഷന്റെ ലെങ്ത് L1, സെക്കൻഡ് സെക്ഷന്റെ ലെങ്ത് L2, തേർഡ് സെക്ഷന്റെ ലെങ്ത് L3 അങ്ങനെ കൊടുത്തു. നെക്സ്റ്റ് അപ്പോൾ ഇവിടെ ലെറ്റ് L1 be the length of section 1, L2 be the length of section 2 and L3 be the length of section 3. അതുപോലെ തന്നെ A1 be the area of section 1, then A2 be the area of section 2 and A3 be the area of section 3. Now assume 3 sections are made of same materials. അതായത് 3 സെക്ഷൻസും, അതായത് 3 സെക്ഷൻസ് ഉണ്ടല്ലോ, അത് 3ഉം കൂടി കമ്പൈൻ ചെയ്തേക്കാണ്. 3ഉം മെറ്റീരിയൽ സെയിം ആണെന്ന് അസ്യൂം ചെയ്യണം. അപ്പോൾ എന്താണ്, മെറ്റീരിയൽ സെയിം ആയി കഴിഞ്ഞാൽ 3എണ്ണത്തിൻ്റെയും യങ്സ് മോഡുലസ് ഈക്വൽ ആയിരിക്കും. കാരണം എന്ന് വെച്ചാൽ യങ്സ് മോഡുലസ് എന്ന് പറഞ്ഞാൽ ഓരോ മെറ്റീരിയലിനും ഓരോ വാല്യൂ ആണ് യങ്സ് മോഡുലസ്. അപ്പോൾ മെറ്റീരിയൽ 3എണ്ണത്തിനും സെയിം ആണെങ്കിൽ അതെന്താണ്, ആ ഇയുടെ വാല്യൂ യങ്സ് മോഡുലസ് 3 സെക്ഷനും സെയിം ആയിരിക്കും. അപ്പോൾ നമ്മളിവിടെ അസ്യൂം ചെയ്യുന്നുണ്ട്, അസ്യൂം 3 sections are made of same materials. Then stress in section 1 is equal to, അപ്പോൾ സെക്ഷൻ 1ലെ സ്ട്രെസ് സിഗ്മ 1 ഇറ്റ് ഈസ് ഈക്വൽ ടു പി ബൈ A1. ഈ പി എന്ന് പറയുന്നത് എന്താണ്, 3എണ്ണത്തിനും കോമൺ ആണ്. 3എണ്ണത്തിനും കോമൺ ആയിട്ടാണ് ലോഡ് പി ആക്ട് ചെയ്യുന്നത്. അപ്പോൾ അത് P1, P2, P3 ഒന്നും ഇടണ്ട, നമ്മുടെ ലോഡ് എന്ന് പറഞ്ഞത് 3എണ്ണത്തിനും കോമൺ ആണ്. അപ്പോൾ സ്ട്രെസ് ഓൺ സെക്ഷൻ 1 സിഗ്മ 1 is equal to P by A1. Then stress in section strain in section 1 is equal to, അതായത് എപ്സിലോൺ 1 is equal to സിഗ്മ 1 by E നമ്മുടെ ഹുക്സ് ലോ യൂസ് ചെയ്യുമ്പോൾ. അതുപോലെ if ഡെൽറ്റ 1 is the change in length of section 1, അപ്പോൾ സെക്ഷൻ 1ന്റെ ഡിഫോർമേഷൻ അല്ലെങ്കിൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് എന്താണ്, ഡെൽറ്റയാണ്. ദെൻ എപ്സിലോൺ 1 is equal to ഡെൽറ്റ 1 by L1. അപ്പോൾ ഡെൽറ്റ 1 ആണ് ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സെക്ഷൻ 1. അപ്പോൾ എപ്സിലോൺ 1 is equal to ഡെൽറ്റ 1 by L1. ദാറ്റ് ഈസ് സ്ട്രെയിൻ ഓൺ സെക്ഷൻ 1 is equal to എന്താണ്, ചേഞ്ച് ഇൻ ലെങ്ത് ഡിവൈഡ് ബൈ ഒറിജിനൽ ലെങ്ത് ഡെൽറ്റ 1 by L1. അപ്പോൾ ഈ സ്ട്രെയിൻ്റെ രണ്ട് ഇക്വേഷനും ഇക്വേറ്റ് ചെയ്യുമ്പോൾ 2 എപ്സിലോൺ 1ഉം ഇക്വേറ്റ് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ 1 by L1 is equal to എന്താണ്, സിഗ്മ 1 by E. ഈ 1 ഇല്ല കേട്ടോ, കാരണം സെയിം മെറ്റീരിയൽ ആയതുകൊണ്ട് ഈ എല്ലാത്തിനും സെയിം ആയിരിക്കും. അപ്പോൾ ഡെൽറ്റ 1 by L1 is equal to, ഇവിടെ സിഗ്മ 1ന് പകരം എന്താണ്, സിഗ്മ 1 എന്താണ്, സിഗ്മ 1 is equal to P by A1, അത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ എന്താണ്, ഡെൽറ്റ 1 by L1 is equal to P by A1 E. ദെൻ ഡെൽറ്റ 1 is equal to PL1 by A1 E. അതായത് ഡിഫോർമേഷൻ ഓഫ് സെക്ഷൻ 1 is equal to PL1 by A1 into E. അതായത് or change in length of section 1 is equal to P into L1 by A1 into E. Similarly, change in length of section
ഇതുപോലെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സെക്ഷൻ 2 എന്ന് പറയുന്നത് ഡെൽറ്റ 2 ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എൽ ടു ഡിവൈഡ് ബൈ എ ടു ഇൻറ്റു ഇ. അതുപോലെ തന്നെ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സെക്ഷൻ 3 ഈസ് ഈക്വൽ ടു, അതായത് ഡെൽറ്റ 3 ഈസ് ഈക്വൽ ടു പി ഇൻറ്റു എൽ 3 ഡിവൈഡ് ബൈ എ 3 ഇൻറ്റു ഇ. അപ്പോൾ ഇവിടെ എന്ന് വെച്ചാൽ ചേഞ്ച് ചെയ്യുന്നത് എന്നാണ് ലെങ്ത്. ഓരോ സെക്ഷൻ വരുമ്പോഴും ലെങ്ത്തും ഏരിയ ആണ് ചേഞ്ച് ചെയ്യുന്നത്. പി ആൻഡ് ഇ എന്ന് പറയുന്നത് 3 സെക്ഷനും സെയിം ആണ്. അപ്പോൾ നമുക്ക് ഡെൽറ്റ 1 കിട്ടി, ഡെൽറ്റ 2. അപ്പോൾ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സെക്ഷൻ 1 കിട്ടി, ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സെക്ഷൻ 2 കിട്ടി, ദെൻ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് സെക്ഷൻ 3 കിട്ടി. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത്, അപ്പോൾ മൂന്നും കൂടി ഇപ്പോൾ ഒരുമിച്ചല്ലേ വെച്ചേക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ദ ബാർ, അപ്പോൾ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് ഓഫ് ബാർ എന്ന് പറയുന്നത് നമുക്ക് ഓരോ സെക്ഷൻ്റെയും ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടിയിട്ടുണ്ട്. അത് മൊത്തം ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് കിട്ടും, അല്ലെങ്കിൽ ടോട്ടൽ ഡിഫോർമേഷൻ. അപ്പോൾ ഡെൽറ്റ ടോട്ടൽ ഡിഫോർമേഷൻ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ടോട്ടൽ ചേഞ്ച് ഇൻ ലെങ്ത് എന്ന് പറയുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു ഡെൽറ്റ 1 പ്ലസ് ഡെൽറ്റ 2 പ്ലസ് ഡെൽറ്റ 3. അപ്പോൾ മൂന്നും കൂടി ആഡ് ചെയ്യുമ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു പി എൽ 1 ബൈ എ 1 ഇ പ്ലസ് പി എൽ 2 ബൈ എ 2 ഇ പ്ലസ് പി ഇൻറ്റു എൽ 3 ബൈ എ 3 ഇ. ഇനി ഇതിനകത്ത് നമുക്ക് നോക്കിയാൽ അറിയാം പി കോമൺ ആണ് മൂന്നെണ്ണത്തിനും. അപ്പോൾ പീനെ നമുക്ക് പുറത്തേക്ക് എടുക്കാം. അതുപോലെ ഇ കോമൺ ആണ്, അപ്പോൾ ഇ പുറത്തേക്ക് എടുക്കാം. അപ്പോൾ പി ബൈ ഇ എന്നുള്ളത് പുറത്തേക്ക് എടുക്കാം. ദെൻ ഡെൽറ്റ ഈസ് ഈക്വൽ ടു പി ബൈ ഇ ഇൻറ്റു എൽ 1 ബൈ എ 1 പ്ലസ് എൽ 2 ബൈ എ 2 പ്ലസ് എൽ 3 ബൈ എ 3. അപ്പോൾ ഇതാണ് നമ്മുടെ വേരിയിങ് ക്രോസ് സെക്ഷൻ വരുമ്പോൾ ഡെൽറ്റ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ. ഇവിടെ മെറ്റീരിയൽ സെയിം ആയതുകൊണ്ടാണ് ഈ എല്ലാത്തിനും സെയിം ആയത്. ഇനി അടുത്ത ഒരു കേസ് എന്ന് പറയുന്നത് ഈ 3 സെക്ഷൻസ് ആർ മെയ്ഡ് ഓഫ് ഡിഫറെൻറ്റ് മെറ്റീരിയൽസ്. ഈ 3 സെക്ഷനും ഡിഫറെൻറ്റ് മെറ്റീരിയൽ കൊണ്ടാണ് ഉണ്ടാക്കിയെന്നുണ്ടെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ചാൽ, അപ്പോൾ ഓരോ മെറ്റീരിയലിനും ഇയുടെ വാല്യൂ ഡിഫറെൻ്റ് ആയിരിക്കും. അപ്പോൾ അങ്ങനെയാണെങ്കിൽ E1 എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഫോർ സെക്ഷൻ 1, E2 എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഫോർ സെക്ഷൻ 2, E3 എന്ന് പറയുന്നത് യങ്സ് മോഡുലസ് ഫോർ സെക്ഷൻ 3 ആയിരിക്കും. അപ്പോൾ ഇ എന്നുള്ളത് കോമൺ ആയിരിക്കില്ല. അപ്പോൾ ഡെൽറ്റ ഈസ് ഈക്വൽ ടു പി മാത്രമേ കോമൺ ഉണ്ടാവുള്ളൂ. പി ഇൻറ്റു എൽ 1 ബൈ എ 1 ഇ 1 പ്ലസ് എൽ 2 ബൈ എ 2 ഇ 2 പ്ലസ് എൽ 3 ബൈ എ 3 ഇ 3. അപ്പോൾ നമുക്ക് ഇതിൻ്റെ പ്രോബ്ലംസ് നോക്കാം. An axial load of 50 kilonewton is acting on a bar consisting of 3 sections as shown in figure. If the Young's modulus is 2.1 into 10 raised to 5 Newton per mm square, determine first case stress in each section, second total extension of the bar. അപ്പോൾ നമുക്ക് ഇതുപോലെ ഇങ്ങനെ ഒരു തന്നിരിക്കുന്നത്, ഈ ഫിഗർ ക്വസ്റ്റ്യനിൽ തരില്ല, ചിലപ്പോൾ തരും ചിലപ്പോൾ തരില്ല. തന്നില്ലെങ്കിൽ നമ്മളിത് ഫിഗർ വരയ്ക്കണം, വരച്ചിട്ട് വേണം ചെയ്യാനായിട്ട്. അപ്പോൾ ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത് ആക്സിയൽ ലോഡ് ഓഫ് 50 കിലോ ന്യൂട്ടൺ ഈസ് ആക്ടിങ് ഓൺ എ ബാർ കൺസിസ്റ്റിംഗ് ഓഫ് 3 സെക്ഷൻസ്. ഒരു ആക്സിയൽ ലോഡ് 50 കിലോ ന്യൂട്ടൺ ആക്ട് ചെയ്യുന്നുണ്ട് ഒരു ബാറിനകത്ത്. ആ ബാറിനകത്ത് 3 സെക്ഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ആസ് ഷോൺ ഇൻ ഫിഗർ, ആസ് ഷോൺ ഇൻ ഫിഗർ എന്നാണ് പറഞ്ഞേക്കുന്നത്. അപ്പോൾ ഈ ഫിഗർ തരും ക്വസ്റ്റ്യനിൽ. ചിലപ്പോൾ ക്വസ്റ്റ്യനിൽ ഫിഗർ തരില്ല, ഇവിടെ ഫിഗർ എന്ന് പറഞ്ഞുകൊണ്ട് അത് തന്നിട്ടുണ്ട് ക്വസ്റ്റ്യനിൽ. അപ്പോൾ ഇഫ് ദ യങ്സ് മോഡുലസ് ഈസ് 2.1 ഇൻ 10 raised to 5, അപ്പോൾ യങ്സ് മോഡുലസ് ആകെ ഒരെണ്ണേ തന്നിട്ടുള്ളൂ. അതിൻ്റെ അർത്ഥം എന്താണ്? എല്ലാത്തിനും സെയിം ആയിരിക്കും. 3 സെക്ഷനും അത് 3 സെക്ഷൻ എന്ന് പറയുന്നത് സെയിം മെറ്റീരിയൽ ആയിരിക്കും. അപ്പോൾ കണ്ടുപിടിക്കാനുള്ളത് എന്തൊക്കെയാണ്? സ്ട്രെസ് ഇൻ ഈച്ച് സെക്ഷൻ ആൻഡ് ടോട്ടൽ എക്സ്റ്റൻഷൻ. അപ്പോൾ നമ്മൾ ആദ്യം തന്നെ ഈ ഫിഗർ നോക്കുക. അപ്പോൾ ടെൻസൈൽ ലോഡ് തന്നിട്ടുണ്ട്. അപ്പോൾ 3 സെക്ഷൻ ഉണ്ട്. ഫസ്റ്റ് സെക്ഷൻ, ഇപ്പോൾ ഇത് സർക്കുലർ സെക്ഷൻ ആണെന്ന് മനസ്സിലായി. കാരണം എന്താണ്? 512, 530, 545 അതൊക്കെ എന്താണ്? ഡയാമീറ്റേഴ്സ് ആണ്. അപ്പോൾ ഡയാമീറ്റർ 5 എന്ന് ഉദ്ദേശിക്കുന്ന ഡയാമീറ്ററിനെ ഇൻഡിക്കേറ്റ് ചെയ്യാനാണ്. അപ്പോൾ ഡയാമീറ്റർ കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി അത് സർക്കുലർ ഷേപ്പാണ് 3ഉം. ഫസ്റ്റ് സെക്ഷൻ്റെ ഡയാമീറ്റർ ആണ് എത്ര? 12 mm, അതിന് ലെങ്ത് 20. അതുപോലെ സെക്കൻഡ് സെക്ഷൻ്റെ ഡയാമീറ്റർ 30 mm ആണ്, ലെങ്ത് 25. തേർഡ് സെക്ഷൻ്റെ ഡയാമീറ്റർ 45 mm, അതിൻ്റെ ലെങ്ത് 30 mm. അപ്പോൾ നമ്മൾ ഫസ്റ്റ് കേസ് എന്താണ്? കണ്ടുപിടിക്കേണ്ടത് സ്ട്രെസ് ഇൻ ഈച്ച് സെക്ഷൻ ആണ് കണ്ടുപിടിക്കേണ്ടത്. അപ്പോൾ സിഗ്മ 1 ആണ് സ്ട്രെസ് ഇൻ സെക്ഷൻ 1.
അപ്പോൾ സിഗ്മ 1 ഇസ് ഇക്വൽ ടു ലോഡ് ബൈ സെക്ഷൻ ഏരിയ ഓഫ് സെക്ഷൻ 1, അതായത് A1. പി എന്ന് പറയുന്നത് കോമൺ ആണ് കേട്ടോ. ഈ പി എന്നുള്ള ലോഡാണ് രണ്ട് എൻഡിൽ ആക്ട് ചെയ്യുന്നത്. അപ്പോൾ പി എന്നുള്ള ലോഡ് എല്ലാത്തിനും ഈക്വൽ ആയിട്ട് പോകുന്നുണ്ട്, കോമൺ ആണ്. അപ്പോൾ സിഗ്മ 1 ഇസ് ഇക്വൽ ടു പി ബൈ A1. അപ്പോൾ പി അറിയാം, ഏരിയ എന്ന് പറയുന്നത് പൈ ബൈ 4 ഇൻറ്റു D1 സ്ക്വയർ. D1 എന്ന് പറയുന്നത് എന്താണ്, ഡയമീറ്റർ ഓഫ് സെക്ഷൻ 1. സെക്ഷൻ 1ന്റെ ഏരിയ മാത്രം എടുക്കാം. അപ്പോൾ 442 ന്യൂട്ടൺ പെർ mm സ്ക്വയർ കിട്ടും. അതുപോലെ സിഗ്മ 2 സ്ട്രെസ് ഓൺ സെക്ഷൻ 2 പറയുന്നത് പി ബൈ A2. പി കോമൺ ആണ്, 50 × 10³ ന്യൂട്ടൺ ഡിവൈഡ് ബൈ പൈ ബൈ 4 ഇൻറ്റു 30 സ്ക്വയർ. അതായത് ഡി എന്ന് പറയുന്നത് ഏരിയ ഓഫ് സെക്ഷൻ 2 ആണ് എടുക്കുന്നത്. അപ്പോൾ ഡയാമീറ്റർ എടുക്കേണ്ടത് സെക്ഷൻ 2ന്റെ. അപ്പോൾ എന്താണ് 70.736 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. സിഗ്മ 3 അതുപോലെ സിഗ്മ 3 കണ്ടുപിടിക്കുക, പി ബൈ A3. 50 × 10³ ഡിവൈഡ് ബൈ പൈ ബൈ 4 ഇൻറ്റു ഡി സ്ക്വയർ. ഇപ്പോൾ ഇവിടെ ഡി എന്ന് പറയുന്നത് D3 ആയിരിക്കും, ഡയമീറ്റർ ഓഫ് സെക്ഷൻ 3യുടെ. അപ്പോൾ സിഗ്മ 3 ഈസ് ഇക്വൽ ടു 31.438 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഇനി ടോട്ടൽ എക്സ്റ്റൻഷൻ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ, ഇവിടെ ഇ എന്ന് പറയുന്നത് കോമൺ ആണ് എല്ലാത്തിനും, ലോഡും കോമൺ ആണ്. അപ്പോൾ ഡെൽറ്റ ഈസ് ഇക്വൽ ടു പി ബൈ ഇ ഇൻറ്റു L1 ബൈ A1 പ്ലസ് L2 ബൈ A2 പ്ലസ് L3 ബൈ A3. അപ്പോൾ പി സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, ഇ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ദെൻ എല്ലാത്തിലും ലെങ്ത് ബൈ ഏരിയ എല്ലാത്തിലും സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അതായത് ഇത് സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ ടോട്ടൽ എക്സ്റ്റൻഷൻ എന്ന് പറയുന്നത് 0.055 mm കിട്ടും. അടുത്ത പ്രോബ്ലം, ദ ബാർ ഷോൺ ഇൻ ഫിഗർ subjected to a tensile load of 160 kilonewton. If the stress in the middle portion is limited to 150 Newton per mm square, determine the diameter of middle portion. Also find the length of middle portion if the total elongation of the bar is to be 0.2 mm. Young's modulus is given as 2.1 × 10⁵ Newton per mm square. ഇവിടെ തന്നിരിക്കുന്നത് the bar shown in figure is subjected to a tensile load of 160 kilonewton. ഇതാണ് ബാർ. 3 സെക്ഷൻ ഉണ്ട്. അത് എന്താണ്, സബ്ജക്റ്റഡ് ടു എ ലോഡ് ഓഫ് 160 kilonewton. 160 kilonewton ലോഡാണ് ആക്ട് ചെയ്യുന്നത്. ആ ലോഡ് ഇവിടെ മാർക്ക് ചെയ്തിട്ടില്ല, പി തന്നിട്ടുണ്ട് 160 kilonewton. ഇനി if the stress in the middle portion is limited to 150 Newton per mm square. ഈ മിഡിൽ പോർഷൻ എന്ന് പറയുമ്പോൾ സെക്ഷൻ 2. ഈ സെക്ഷൻ 2ലെ മാത്രം സ്ട്രെസ് എത്ര വരണം, 150 Newton per mm square ആണ് വരാൻ പാടുള്ളൂ. പിന്നെ എന്താണ്, ഡിറ്റർമിൻ ദ ഡയമീറ്റർ ഓഫ് മിഡിൽ പോർഷൻ. അങ്ങനെയാണെങ്കിൽ മിഡിൽ പോർഷന്റെ അല്ലെങ്കിൽ സെക്ഷൻ 2ന്റെ ഡയമീറ്റർ കണ്ടുപിടിക്കണം. ആൾസോ ഫൈൻഡ് ദ ലെങ്ത് ഓഫ് മിഡിൽ പോർഷൻ. അപ്പോൾ മിഡിൽ പോർഷന്റെ ലെങ്ത്തും കണ്ടുപിടിക്കണം. അപ്പോൾ also find the length of middle portion if the total elongation of the bar is to be 0.2 mm. അതായത് ഈ മിഡിൽ പോർഷനിൽ ടോട്ടൽ ഇലോങ്ങേഷൻ 0.2 mm ആണെങ്കിൽ ആ മിഡിൽ പോർഷന്റെ ലെങ്ത് എത്ര കണ്ടുപിടിക്കാം, L2. അപ്പോൾ യങ്സ് മോഡുലസ് തന്നിട്ടുണ്ട്, അല്ലെങ്കിൽ യങ്സ് മോഡുലസ് ആകെ ഒന്നേ തന്നിട്ടുള്ളൂ. ദാറ്റ് മീൻസ് സെയിം മെറ്റീരിയൽ ആണ് 3 സെക്ഷനും. അപ്പോൾ നമ്മളിവിടെ തന്നിരിക്കുന്ന ഡാറ്റ ഒക്കെ എഴുതാം. പി ഇസ് ഈക്വൽ ടു 160 kilonewton, 160 × 10⁵ ന്യൂട്ടൺ. അതുപോലെ സിഗ്മ 2 ഇസ് ഈക്വൽ ടു തന്നിട്ടുണ്ട്, സെക്ഷൻ 2ന്റെ സ്ട്രെസ് 150 ന്യൂട്ടൺ പെർ mm സ്ക്വയർ. ഡെൽറ്റ ടോട്ടൽ എലോങ്ങേഷൻ 0.2 mm വരാൻ പാടുള്ളൂ. അതുപോലെ ഇ ഇസ് ഈക്വൽ ടു 2.1 × 10⁵ ന്യൂട്ടൺ പെർ mm സ്ക്വയർ. അപ്പോൾ നമ്മൾ ഡയാമീറ്റർ ഓഫ് സെക്ഷൻ 1 is equal to 6 സെന്റിമീറ്റർ തന്നിട്ടുണ്ട്, ഫിഗറിലാണ് തന്നിരിക്കുന്നത്. 6 സെന്റിമീറ്റർ, ദാറ്റ് ഇസ് 60 mm. നമുക്കിവിടെ ബാക്കിയുള്ള ഇതും mm തന്നിരിക്കുന്നത്. അപ്പോൾ ബാക്കി എല്ലാം തന്നിരിക്കുന്നത് എല്ലാം mm കൺവേർട്ട് ചെയ്യാം. അപ്പോൾ ഡയാമീറ്റർ ഓഫ് സെക്ഷൻ 2 എന്ന് പറയുന്നത് D2 അതാണ് കണ്ടുപിടിക്കേണ്ടത്. ഡയാമീറ്റർ ഓഫ് സെക്ഷൻ 3 D3 is equal to 6 സെന്റിമീറ്റർ or 60 mm. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞാൽ വേറൊരു കാര്യം കൂടി അറിയാം, സെക്ഷൻ 1 സെക്ഷൻ 3 സെയിം ആണ് അല്ലേ, സെയിം ലെങ്ത് ആൻഡ് സെയിം ഡയാമീറ്റർ ആണ്. അതുപോലെ തന്നെ L1 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സെക്ഷൻ 1, L2 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സെക്ഷൻ 2, L3 എന്ന് പറയുന്നത് ലെങ്ത് ഓഫ് സെക്ഷൻ 3.
ടോട്ടൽ ലെങ്ത് ആണ് തന്നിരിക്കുന്നത് 400 mm, അതായത് 40 സെന്റിമീറ്റർ ആണ് തന്നിരിക്കുന്നത് ടോട്ടൽ ലെങ്ത്. ദാറ്റ് മീൻസ് 400 mm millimeter. ടോട്ടൽ ലെങ്ത് ഓഫ് എൻഡ് പോർഷൻസ്. അപ്പോൾ ടോട്ടൽ ലെങ്ത് ഓഫ് എൻഡ് പോർഷൻസ്, സെക്ഷൻ 1ന്റെയും സെക്ഷൻ 2ന്റെയും ടോട്ടൽ ലെങ്ത് എന്ന് പറയുന്നത് L1 പ്ലസ് L3 ആണ്. ദെൻ ലെങ്ത് ഓഫ് എൻഡ് പോർഷൻസ് L1 പ്ലസ് L3 എന്ന് പറയുന്നത് എന്താണ്? ഇറ്റ് ഈസ് ഈക്വൽ ടു 400 മൈനസ് L2. ടോട്ടൽ ലെങ്ത്തിൽ നിന്ന് മിഡിൽ പോർഷൻ്റെ ലെങ്ത് മൈനസ് ചെയ്തിട്ടുള്ളതാണ് രണ്ട് എൻഡിലെയും പോർഷൻസിൻ്റെ ലെങ്ത്. L1 പ്ലസ് L3 ഈസ് ഈക്വൽ ടു 400 മൈനസ് L2. ദെൻ ഏരിയ ഓഫ് എൻഡ് പോർഷൻ, എൻഡ് പോർഷൻ്റെ ഏരിയ, അതായത് എൻഡ് പോർഷൻസിൻ്റെ ഏരിയ A1 ആൻഡ് A3. A1 is equal to A3, രണ്ടും സെയിം ആയതുകൊണ്ട്, സെയിം ഡയമീറ്റർ ആയതുകൊണ്ട് രണ്ടിൻ്റെ ഏരിയ സെയിം ആണ്. A1 is equal to A3 is equal to pi by 4 D1 square is equal to pi by 4 into 60 square. അപ്പോൾ ഏരിയ കിട്ടി, A1 A3യുടെ ഏരിയ കിട്ടി. ഇനി എന്താണ്? ഏരിയ ഓഫ് ക്രോസ് സെക്ഷൻ ഓഫ് മിഡിൽ പോർഷൻ is equal to pi by 4 D2 square. D2 നമുക്കറിയില്ല. അതുപോലെ എന്താണ്? വി നോ സിഗ്മ 2, അതായത് സ്ട്രെസ് ഓൺ ദ മിഡിൽ പോർഷൻ പോർഷൻ സെക്ഷൻ 2 ഈസ് ഈക്വൽ ടു P by A2 ആണ്. അപ്പോൾ സിഗ്മ 2 തന്നിട്ടുണ്ട്, എത്ര? 150 വരാൻ പാടുള്ളൂ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇറ്റ് ഈസ് ഈക്വൽ ടു P എന്നറിയാം, P എത്രയാണ്? 160 കിലോ ന്യൂട്ടൺ. 160 into 10⁻³ ഡിവൈഡ് ബൈ A2. A2 എന്ന് പറയുന്നതാണ് pi by 4 into D2 square. അപ്പോൾ ഈ ഇക്വേഷനിൽ നിന്ന് നമുക്ക് D2 കിട്ടും. അപ്പോൾ D2 ഡയാമീറ്റർ ഓഫ് മിഡിൽ പോർഷൻ ഈസ് ഈക്വൽ ടു 36.85 mm or 3.685 സെന്റിമീറ്റർ. അപ്പോൾ നമുക്ക് ഫസ്റ്റത്തെ കാര്യം കിട്ടി, ഡയാമീറ്റർ ഓഫ് മിഡിൽ പോർഷൻ കിട്ടി. ഇനി അടുത്തത് ആണ് ടോട്ടൽ ഇലോങ്ങേഷൻ. ഡെൽറ്റ ഇസ് ഈക്വൽ ടു 0.2 ആണ്. അപ്പോൾ നമുക്ക് ടോട്ടൽ ഇലോങ്ങേഷൻ്റെ ഇക്വേഷൻ P by E into L1 by A1 plus L2 by A2 plus L3 by A3. അപ്പോൾ ഇതിനകത്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക, എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് 0.2, പിയുടെ വാല്യൂ കൊടുക്കുക, ഇ അറിയാം. ഇനി L1 by A1, അപ്പോൾ L1 ഡിവൈഡ് ബൈ പൈ ബൈ 4. അപ്പോൾ L1 എത്രയാണെന്ന് അറിയില്ല. ഇപ്പോൾ എന്ത് ചെയ്യണം? L1 അങ്ങനെ തന്നെ കൊടുക്കുക. A1 എന്ന് പറയുന്നത് പൈ ബൈ 4 into 60 സ്ക്വയർ. L2 by A2, L2 എത്രയാണെന്ന് അറിയില്ല, ഡിവൈഡ് ബൈ A2 സ്ക്വയർ. A2 എന്ന് പറയുന്നത് പൈ ബൈ 4 into 36.85 സ്ക്വയർ. ഇപ്പം നമുക്ക് കിട്ടിയതാണ്, മില്ലിമീറ്ററിലാണ് കൊടുക്കേണ്ടത്. L3 by A3, L3 അറിയില്ല. ദെൻ A3 is equal to pi by 4 into 60 സ്ക്വയർ. ഇനി ഇത് സിംപ്ലിഫൈ ചെയ്യാം. അപ്പം നമ്മൾ ഈ പുറത്ത് കിടക്കുന്ന ഈ രണ്ട് ടേം മൾട്ടിപ്ലൈ ചെയ്ത് എഴുതാം. ഇനി ഈ ബ്രാക്കറ്റിനകത്ത് കിടക്കുന്ന ടേമിൽ L1 ആൻഡ് L3, ഈ ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമിൻ്റെയും ഡിനോമിനേറ്റേഴ്സ് സെയിം ആണ്. രണ്ടിൻ്റെയും ഡിനോമിനേറ്റർ എന്താണ്? പൈ ബൈ 4 into 60 സ്ക്വയർ അല്ലേ. അപ്പോൾ നമ്മൾ അങ്ങനെ വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? അപ്പോൾ ന്യൂമറേറ്റർ ആഡ് ചെയ്യുക. L1 പ്ലസ് L3 ആഡ് ചെയ്തിട്ട് ഡിവൈഡ് ബൈ ആ ഡിനോമിനേറ്റർ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു? അത് ഫസ്റ്റ് ടേമും ലാസ്റ്റ് ടേമും ആഡ് ചെയ്യുക. L1 പ്ലസ് L3 ഡിവൈഡ് ബൈ കോമൺ ഡിനോമിനേറ്റർ പൈ ബൈ 4 into 60 സ്ക്വയർ പ്ലസ് L2 ബൈ ഇത് സെക്കൻഡ് ടേം. ഇനി 0.2 is equal to 0.7619 എന്ന് പറയുന്നത്. ഈ L1 പ്ലസ് L3 എന്നുള്ള നമ്മളൊരു ടേം കൊടുത്തിട്ടുണ്ടായിരുന്നു നേരത്തെ. എന്താണ്? L1 പ്ലസ് L3 is equal to 400 മൈനസ് L2 എന്ന് കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് L1 പ്ലസ് L3ക്ക് പകരം 400 മൈനസ് L2 ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇപ്പോൾ ഈ ഇക്വേഷൻ നോക്കിക്കഴിഞ്ഞാൽ ഇതിനകത്ത് കൂടി ഒറ്റ അൺനോണേ ഉള്ളൂ, അതെന്താണ്? L2 ആണ്. അപ്പോൾ അത് സോൾവ് ചെയ്യുക, ഈ ഇക്വേഷൻ സിംപ്ലിഫൈ ചെയ്യുക, സോൾവ് ചെയ്യാം. ഇത് സോൾവ് ചെയ്യുമ്പോൾ L2 is equal to 210.68 mm. അപ്പോൾ ലെങ്ത് ഓഫ് മിഡിൽ പോർഷൻ L2 is equal to 210.68 mm കിട്ടും. അതായത് 21.068 സെന്റിമീറ്റർ. അടുത്തൊരു പ്രോബ്ലം കൂടി നോക്കാം. A member formed by connecting a steel bar to an aluminum bar as shown in figure. Assuming that the bars are prevented from buckling sideways, calculate the magnitude of force P that will cause total length of member to decrease by 0.25 mm.
Modulus of elasticity for steel and aluminum are 2.1 into 10 raised to 5 Newton per mm square and 7 into 10 raised to 4 Newton per mm square respectively. അപ്പോൾ ഇങ്ങനെയാണ് തന്നിരിക്കുന്നത്. താഴെ ഫിക്സ്ഡ് ആണ്, കണ്ടോ, രണ്ട് മെമ്പേഴ്സ് ആണ്, വെർട്ടിക്കലാണ്. താഴത്തെ പോർഷൻ സെക്ഷൻ 1 സെക്ഷൻ 2 ആണ്. താഴത്തെ പോർഷൻ എന്ന് പറയുന്നത് അലൂമിനിയം. അതിന്റെ മുകളിലത്തെ സെക്ഷൻ എന്ന് പറയുന്നത് സ്റ്റീലാണ്. അപ്പൊ രണ്ടും മെറ്റീരിയൽ ആയതുകൊണ്ട് യങ്സ് മോഡുലസ് രണ്ടും ഡിഫറെന്റ് ആയിരിക്കും. അപ്പൊ രണ്ടിന്റെയും ഡയമെൻഷൻസ് തന്നിട്ടുണ്ട്, ക്രോസ് സെക്ഷൻസ് തന്നിട്ടുണ്ട്, പിന്നെ ലെങ്ത് തന്നിട്ടുണ്ട്. അപ്പൊ ഒരു കംപ്രസീവ് ലോഡ് കൊടുക്കുന്നത് പി. നമുക്ക് കണ്ടുപിടിക്കേണ്ടത് എ മെമ്പർ ഫോംഡ് ബൈ കണക്ടിങ് എ സ്റ്റീൽ ബാർ ആൻഡ് അലൂമിനിയം ബാർ. അപ്പൊ സ്റ്റീൽ ബാറും അലൂമിനിയം ബാറും കണക്ട് ചെയ്തിട്ട് ഒരു ഒറ്റ മെമ്പർ ഉണ്ടാക്കിയിട്ടുണ്ട്. അതിന്റെ പ്രിവെന്റഡ് ഫ്രം ബക്ലിംഗ് സൈഡ് വേസ്. ബക്ലിംഗ് എന്ന് വെച്ചാൽ അത് ലോഡ് കൊടുക്കുമ്പോൾ അത് സൈഡിലേക്ക് വളഞ്ഞു പോകില്ലേ, അതിനാണ് ബക്ലിംഗ് എന്ന് പറയുന്നത്. അപ്പൊ പ്രിവെന്റഡ് ഫ്രം ബക്ലിംഗ് തന്നിട്ടുണ്ട്. കാൽക്കുലേറ്റ് ദ മാഗ്നിറ്റ്യൂഡ് ഓഫ് ഫോഴ്സ് പി ആണ് കണ്ടുപിടിക്കേണ്ടത്. That will cause total length of the bar to decrease by 0.25 mm. അപ്പോൾ പോയിന്റ് പി അല്ല, ഫോഴ്സ് പി കണ്ടുപിടിക്കണം. കാരണം ടോട്ടൽ ലെങ്ത് ഡിക്രീസ് ചെയ്യുന്നത് ഡിഫോർമേഷൻ എന്ന് പറയുന്നത് ടോട്ടൽ ഡിഫോർമേഷൻ 0.25 mm ആണ്, അത് ഡിക്രീസ് ചെയ്യാണ്. മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി ഫോർ സ്റ്റീലിന്റെ മോഡുലസ് ഓഫ് ഇലാസ്റ്റിസിറ്റി എത്രയാണ്? 2.1 into 10 raised to 5. അലൂമിനിയത്തിന്റെ 7 into 10 raised to 4 ന്യൂട്ടൺ പെർ mm സ്ക്വയർ തന്നിട്ടുണ്ട്. അപ്പം നമ്മൾ ഇതിനെ സെക്ഷൻ 1 സെക്ഷൻ 2 ആയിട്ട് ഡിവൈഡ് ചെയ്യണം. അപ്പോൾ എന്ത് ചെയ്യണം? ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ, ഇപ്പോൾ സ്റ്റീൽ ബാറിന്റെ പോർഷൻ നമുക്ക് സഫിക്സ് 1 ഫസ്റ്റ് സെക്ഷൻ കൊടുത്ത്, അതായത് മുകളിലുള്ളതിനെ സെക്ഷൻ 1ഉം താഴെയുള്ളതിനെ സെക്ഷൻ 2. അപ്പോൾ ലെങ്ത് ഓഫ് സ്റ്റീൽ ബാർ 30 സെന്റിമീറ്റർ ആണ്, 300 mm. Then area of steel bar A1 is equal to 50 into 50. അവിടെ തന്നിട്ടുണ്ട് 50 into 50 എന്ന്, 5 സെന്റിമീറ്റർ into 5 സെന്റിമീറ്റർ, മില്ലിമീറ്ററിൽ എടുക്കുമ്പോൾ 50 into 50. അതുപോലെ തന്നെ ലെങ്ത് ഓഫ് അലൂമിനിയം ബാർ L2 is equal to 38 സെന്റിമീറ്റർ, that is 380 mm. ഏരിയ ഓഫ് അലൂമിനിയം ബാർ A2 is equal to, ഇവിടെ 10 സെന്റിമീറ്റർ into 10 സെന്റിമീറ്റർ ആണ്, മില്ലിമീറ്റർ ആകുമ്പോൾ 100 into 100, അപ്പോൾ 10,000 mm സ്ക്വയർ. E1 തന്നിട്ടുണ്ട്, E2 തന്നിട്ടുണ്ട്. ടോട്ടൽ ഇലോങ്ങേഷൻ ഡെൽറ്റ ഇസ് ഇക്വൽ ടു PL1 by A1 E1 പ്ലസ് PL2 by A2 E2. ഈ രണ്ടിൻ്റെയും ഡിഫറൻ്റ് ആയതുകൊണ്ട് നമുക്ക് പി മാത്രമേ കോമൺ ഉള്ളൂ. അപ്പോൾ ഡെൽറ്റ എന്ന് പറയുന്നത് 0.25 ഈസ് ഇക്വൽ ടു പി പുറത്തേക്ക് എടുക്കുക, പി ഇൻറ്റു L1 by A1 E1 പ്ലസ് L2 by A2 E2. അങ്ങനെയാണെങ്കിൽ ഇവിടെ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഡെൽറ്റ അറിയാം 0.25, L1 അറിയാം, A1 E1 അറിയാം, L2 അറിയാം, A2 അറിയാം, E2 അറിയാം. അപ്പോൾ എല്ലാം സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇതിൽ നിന്ന് പി കിട്ടും. അപ്പോൾ ഫോഴ്സ് പി ഈസ് ഈക്വൽ ടു, സിംപ്ലിഫൈ ചെയ്ത് കഴിഞ്ഞാൽ 220, അതായത് 2,24,376.23 ന്യൂട്ടൺ, ഇത്രയും ന്യൂട്ടൺ ആണ് കിട്ടുന്നത്. അപ്പോൾ നമുക്ക് വേണമെങ്കിൽ ഒരു 3 പ്ലേസ് അങ്ങോട്ട് മാറ്റി കഴിഞ്ഞാൽ 224.376 into 10 raised to 3 ന്യൂട്ടൺ വരും. അതായത് 224.376 കിലോ ന്യൂട്ടൺ.